എൻ്റെ ഫാമിലി ഒരു വലിയ ഫാമിലിയാണ്. ഞാന്, അമ്മ, അമ്മ, ഞാൻ ഭാഗ്യവാനാ. എനിക്ക് ജന്മം തന്നു, അച്ഛൻ എസ്കേപ്പായി. എന്നെ പ്രഗ്നന്റ് ആയിട്ട് 9 മാസമായിപ്പോ, അതായത് പ്രസവിക്കാനായിട്ട് ഒരാഴ്ച മുന്നേ അച്ഛൻ പോയി. മായ കല്യാണം കഴിക്കാത്തത് മായക്ക് പ്രേമമുള്ളതാണ്. അതെന്നോട് കുറെ പേര് പറയും. പക്ഷെ നിങ്ങൾ അറിയണം, ഒരു മോളും ഉണ്ട്. നമുക്ക് ആവശ്യം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്തല്ലേ ഹസ്ബൻഡിന്റെ ആവശ്യം. ആ സമയത്ത് അയാൾ പോയാൽ അപ്പൊ എന്തിനാണ് ആ സമയത്ത് തന്നെ ഇട്ടിട്ട് പോയത് എന്ന് മാത്രം ചോദിക്കണം. അത്രേ ഉള്ളൂ. വേറെ ഒന്നും എനിക്ക് ആ വ്യക്തിയോട് സംസാരിക്കാനില്ല. പിന്നീട് എനിക്കും ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ആ കുഞ്ഞിനെ ഞാൻ അടുത്ത വീട്ടിലാക്കി പോവോ, ഞാൻ ജോലിക്ക് പോവോ ഒക്കെ വിശ്വസിച്ച് ഒരു വീട്ടിലും ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല. നമ്മളെ പിന്നെ നോക്കാൻ ആരുമില്ല എന്നുള്ളതൊക്കെ ആലോചിക്കുമ്പോൾ. ഹലോ ചങ്ങായിമാരെ, പലപ്പോഴും ഞാൻ എൻ്റെ വീഡിയോ ചുരുക്കി ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചാൽ പോലും പല വീഡിയോസും കുറച്ച് ലോങ് ആവാറുണ്ട്. എന്നിരുന്നാൽ പോലും ഈയിടെയായിട്ട് ഞാൻ എൻ്റെ പല വീഡിയോസും ഞാൻ ചുരുക്കിയാണ് ചെയ്യുന്നത്. ഇന്ന് ഈ വീഡിയോ ചിലപ്പോൾ കുറച്ച് ലോങ് ആയിട്ടുണ്ടാകും. അതിനുള്ള കാരണം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. കാരണം ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടൊന്നല്ല വീഡിയോ ചെയ്യുന്നത്. ഒരു വീഡിയോ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ആ തോന്നുന്ന കാര്യങ്ങൾ കുറച്ച് ഓവറായി പോകാറുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ കുറച്ച് ലോങ് ആയി പോകുന്നത്. എന്നിരുന്നാൽ പോലും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ തുടങ്ങാം. നമുക്ക് മായ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. കോമഡി ആർട്ടിസ്റ്റാണ്. നമ്മുടെ പല ടെൻഷനുള്ള സമയങ്ങളിലും പല രീതിയിൽ എന്ന് വെച്ചാൽ സിനിമയിൽ കൂടി ആയിരിക്കാം, അല്ലെങ്കിൽ ചില പ്രോഗ്രാമിൽ കൂടി ആയിരിക്കാം, കോമഡി ചാനലുകളിലുള്ള പ്രോഗ്രാമിൽ കൂടിയൊക്കെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു ലേഡിയാണ് മായ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്. ഇവരെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇതിൽ ഇന്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്, വെക്കുന്നുണ്ട്, അവരെ ഫോട്ടോ വെക്കുന്നുണ്ട്. അവരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും. നല്ല രീതിയിൽ തന്നെ കോമഡിയൊക്കെ ചെയ്യുന്നതും നമ്മൾ ചിരിപ്പിക്കുന്നതുമായ ഒരു ലേഡി തന്നെയാണ്. എൻ്റെ ചാനലിൽ ഞാൻ പലപ്പോഴും പല ലേഡീസിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ള വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും ട്രോമയിലും കൂടിയൊക്കെ കടന്നു വന്നിട്ടും വിജയിച്ച് പിന്നീട് അവരെ ജീവിതം കെട്ടിപ്പടച്ചവരെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ് ഞാൻ പലതും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ശ്രീ അയ്യരെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ലേഡീസിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേ വീഡിയോസിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ഒന്നും വിജയിക്കാൻ കഴിയാതെ ചെറുപ്പത്തിലും അല്ലെങ്കിൽ അവരുടെ പ്രായത്തിലും കല്യാണ പ്രായത്തിൽ അവരനുഭവിച്ചിട്ടുള്ള വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും പുറത്തു പറയാൻ കഴിയാതെ തോറ്റുപോയ കുറെ സ്ത്രീകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിലുള്ള ഒരു സ്ത്രീയെ കുറിച്ച് തന്നെയാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അതും ഈ മായയുടെ അമ്മയെ കുറിച്ചാണ്. ഇപ്പൊ ഞാൻ ഗ്ലാമി ഗംഗയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഗ്ലാമി ഗംഗയുടെ അമ്മ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അമ്മ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഗ്ലാമി ഗംഗ വന്നിട്ടുള്ളത്. ഈ ശ്രീ അയ്യരെ കുറിച്ച് പറഞ്ഞാൽ ശ്രീ അയ്യരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ അവരെ ഫാമിലി വന്നിട്ടില്ല. ഈ എക്സ് വൈഫ് ഉണ്ടായിരുന്നു, മല്ലുവിന്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നപ്പോൾ അതിൽ മല്ലുവിന്റെ എക്സ് വൈഫ് അനുഭവിച്ച കാര്യങ്ങളാണ്. അതിൽ അവരുടെ അമ്മ വന്നിട്ടുണ്ടായില്ല. എന്നാൽ ഇതിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ മായയുടെ അമ്മ അനുഭവിച്ചതിൽ നിന്നും അല്ലെങ്കിൽ അമ്മക്കുണ്ടായിരുന്ന ഒരു ചതിയിൽ നിന്നും ആ അമ്മയുടെ മകളായ ഈ പറയുന്ന മായക്ക് അത് അനുഭവിക്കേണ്ടി വന്ന അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. 40-40 വയസ്സായിട്ടുണ്ട് ഈ മായ എന്ന് പറയുന്ന ഈ ലേഡിക്ക്. ഈ ലേഡി ഇന്നും പ്രണയിച്ചിട്ടില്ല, വിവാഹം കഴിച്ചിട്ടില്ല. അതിനുള്ള കാരണം സ്വന്തം അമ്മക്കുണ്ടായ അനുഭവം തനിക്കുണ്ടാകുമോ എന്നുള്ള ടെൻഷനാണ് എന്ന് ഇതേ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. പല സുപ്രധാനമായ അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള വളരെ മോശമായതോ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നതുമായ കാര്യങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോലും ചിരിച്ചുണ്ട് അഭിപ്രായം പറയുന്ന മായ എന്ന് പറഞ്ഞ ലേഡി. എന്നിട്ടും ലാസ്റ്റ് ആയപ്പോൾ ഇന്റർവ്യൂവിന്റെ അവസരങ്ങളിൽ അവർ കണ്ണ് നിറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഇവരുടെ ലൈഫ് എടുത്താൽ തന്നെ പറയാം, ഒരു 70-80 കാലഘട്ടത്തിലായിരിക്കണം, ലാസ്റ്റ് കാലഘട്ടത്തിലായിരിക്കണം. ഈ ജാതീയതൊക്കെ നിലനിൽക്കുന്ന കാലത്ത് തന്നെ ഇവര് അമ്മയും അച്ഛനും പ്രണയിച്ച് വിവാഹം കഴിച്ചാണ്. അമ്മയേക്കാൾ ഉയർന്ന ജാതിയാണ് അച്ഛൻ. അതുകൊണ്ട് തന്നെ കുടുംബക്കാർ സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ അമ്മയും അച്ഛനും കുടുംബക്കാരെ വിട്ടിട്ട് ഇവർ മറ്റൊരു നാട്ടിൽ വന്ന് സ്നേഹിച്ച് കല്യാണം കഴിച്ചു. വിവാഹത്തിന് നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ടായിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നീട് ഈ മായ എന്ന് പറഞ്ഞ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ ജനിക്കാൻ 1 മാസം എന്തോ ഗ്യാപ്പിൽ നിൽക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ അച്ഛൻ പോകുന്നു. അമ്മ കാത്തിരിക്കുന്നു. പിന്നെ മറ്റുള്ളവരെ പലരുടെയും സഹായം കൊണ്ട് അമ്മ പ്രസവിക്കുന്നു. എന്നാൽ ഇപ്പോൾ 40 വയസ്സായിട്ടുണ്ട്. എന്നിട്ട് പോലും അച്ഛൻ തിരിച്ചു വന്നിട്ടില്ല. അതാണ് ഇവരുടെ ലൈഫിൽ ഇവർ അനുഭവിച്ചിട്ടുള്ള ആദ്യത്തെ ചതി. പ്രണയം അഭിനയിച്ചിട്ടുള്ള വിവാഹം തന്നെ. പണ്ട് കാലത്തൊക്കെ ഇതൊക്കെ സുപരിചിതമാണ്. ഇങ്ങനെ ഉയർന്ന ജാതിയിലുള്ള മറ്റുള്ളവരൊക്കെ കല്യാണം കഴിക്കുക, പലയിടങ്ങളിലൊക്കെ കല്യാണം കഴിച്ച് പല ഭാര്യമാരൊക്കെ ജീവിക്കുന്ന കുറെ ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പണ്ട് പറയും ആനക്കാരൻ ഡ്രൈവർമാർക്കും പെണ്ണ് കൊടുക്കാൻ പാടില്ലെന്ന് പറയും. കാരണം ഇവരെവിടെയൊക്കെ പോകുന്നു, ഉത്സവത്തിന് പോകുന്നു, വണ്ടി കൊണ്ടുപോകുന്നവരൊക്കെ പല പല സ്ഥലങ്ങളിൽ പല പല ബന്ധങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരാളെ പോലെയാണ് ഇവരെ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നി. കാരണം ഇയാൾ ഇവരെ വിവാഹം കഴിച്ച് കുട്ടി ജനിക്കുന്നതിനേക്കാൾ മുമ്പ് ഇയാൾ പോയി, പിന്നെ ഇയാളുടെ ഫാമിലിയിലുള്ള ആൾക്കാർ കല്യാണം കഴിച്ചിരുന്നു. എന്നാലോ ഇവരെ വിശ്വസിച്ച് വിവാഹം കഴിച്ച് നാട് വീടൊക്കെ വിട്ടുപോയ ഈ മായയും മായയുടെ അമ്മക്കും ഒറ്റത്തടിയായി, ആരുമില്ല. ഇനി തൻ്റെ അമ്മക്ക് പോലെ തനിക്ക് സംഭവിച്ചാൽ തനിക്ക് ആരും ഉണ്ടാകില്ല എന്നൊരു തോന്നലുകൊണ്ടാണ് മായ ഇന്ന് വിവാഹവും കല്യാണം കഴിക്കാതെ ജീവിക്കുന്നതെന്നും കൂടി ഈ ഇന്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇവരുടെ ലൈഫിലുണ്ടായ ചില കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാം. കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളും കമന്റ് ചെയ്യുക. കേട്ടോ, അച്ഛൻ ഭാഗ്യവാനാ. എനിക്ക് ജന്മം തന്നു,
അച്ഛൻ എസ്കേപ്പ് ആയി. അല്ല, അച്ഛനും അമ്മ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ അന്ന് ജാതിയുടെ അച്ഛൻ വലിയ ഉയർന്ന ജാതിയാണ്. അപ്പോൾ അമ്മ അതിൻ്റെ താഴെ. അപ്പോൾ അന്ന് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞു, അച്ഛൻ നമ്മുടെ പൃഥ്വിരാജിൻ്റെ പോലെ ഞാൻ നോക്കിക്കോളാം, ഞാൻ നോക്കും എൻ്റെ ഭാര്യയെ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി. 1 കൊല്ലം അച്ഛനമ്മ ഒരുമിച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ പ്രഗ്നൻ്റ് ആയിട്ട് 9 മാസമായപ്പോൾ, അതായത് പ്രസവിക്കാനായിട്ട് ഒരാഴ്ച മുന്നേ അച്ഛൻ പോയി. അച്ഛൻ അപ്പോൾ വീട്ടുകാരില്ല, അമ്മയ്ക്ക് അത്ര പഠിപ്പൊന്നുമില്ല, വീട്ടുകാരൊന്നുമില്ല, കാരണം സ്നേഹിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് അങ്ങനെയല്ലേ വന്നത്. അപ്പം അതുകൊണ്ട് അച്ഛൻ പോയപ്പോൾ അമ്മയ്ക്ക് അറിയില്ല അച്ഛൻ പോയതാണ്. അച്ഛൻ പറഞ്ഞു എനിക്ക് ജോലി കിട്ടി മദ്രാസിൽ, അപ്പോൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതുകൊണ്ട് നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ ക്വാർട്ടേഴ്സൊക്കെ ആയിട്ട് എന്നിട്ട് കൊണ്ടുപോകാം, അപ്പോൾ അപ്പോഴേക്കും പ്രസവമൊക്കെ കഴിയുമല്ലോ, കൊണ്ടുപോകാന്ന് പറഞ്ഞു. അമ്മ വിചാരിച്ചു ഇപ്പോൾ അന്ന് കത്ത് അയക്കാനൊന്നും അങ്ങനെയൊന്നും അറിയില്ലല്ലോ, ഫോണില്ല, അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു ഇന്ന് വരും നാളെ വരും. അങ്ങനെ 2-3 മാസമായിട്ടും ഒരു വിവരമില്ല. അമ്മയ്ക്കാണെങ്കിൽ അന്നേരം 9 അങ്ങനെ പ്രസവിക്കാറായി. അങ്ങനെ അന്ന് വാടകയ്ക്ക് ആക്കിയ സ്ഥലത്ത് അവരാണ് അമ്മേനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അങ്ങനെ പ്രസവ സമയത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പോലീസിനെ ഏൽപ്പിച്ച്, അപ്പോൾ പോലീസുകാരാണ് ഒരു ചേച്ചീനെയൊക്കെ ഏർപ്പാടാക്കി അമ്മയുടെ കൂടെ നിർത്തിയിരുന്നത്. അപ്പം അങ്ങനെയാണ്. അച്ഛൻ പിന്നെ വന്നിട്ടില്ല. അച്ഛൻ അപ്പം ഞാൻ അവിടെ തോന്നും ക്വാർട്ടേഴ്സ് റെഡി ആയിട്ടുണ്ടാവില്ല ചെന്നൈയിൽ, അതായിരിക്കും. കണ്ടിട്ടില്ല. ഇല്ലില്ല. കേട്ടില്ലേ, ഒരു പെൺകുട്ടിയെ പ്രണയം പറയുന്നിട്ട് അവരെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിരുന്നു, വിവാഹം കഴിക്കുന്നു, നാടും വീടൊക്കെ വിട്ട് അവർ ജീവിക്കുന്നു. എന്നാലോ തൻ്റെ ആവശ്യം കഴിഞ്ഞാൽ തൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഓക്കെ ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ അയാൾ പോവുകയാണ് ചെയ്തത്. പിന്നെ ഇവർ പ്രസവിക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ കടാശം കൊണ്ടാണ്. ആ പെൺകുട്ടി ആ അച്ഛനെ കാണാതെ ജീവിക്കുന്നു, അല്ലെങ്കിൽ അമ്മ വിദ്യാഭ്യാസം കുറവാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, സ്വന്തവും ബന്ധവും ആൾക്കാരൊന്നുമില്ല, മറ്റുള്ളവരാണ് എന്ന് വെച്ചാൽ പണ്ട് പണിയെടുക്കുമ്പോൾ കാശ് കിട്ടിയാന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ആരാൻ്റെ പകുതി കിടക്കുന്ന കാശാണ് കിട്ടിയില്ലെങ്കിൽ ഇല്ല. അതേപോലെയാണ് മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ വന്ന്. ഒന്നോർത്തേക്ക് ആരുമില്ല, ഒന്നും അറിയില്ല. അന്നത്തെ കാലത്തൊക്കെ സ്ത്രീകളെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. കാരണം വീടും വീട്ടുകാരും എന്നുള്ള ലെവലിൽ ജീവിച്ചിരുന്നവർ വീട് വിട്ടു പോയി കഴിഞ്ഞാൽ അവർക്ക് സ്വയമായിട്ട് ജീവിക്കാൻ ഒന്നും പറ്റൂല. പിന്നെ ചെയ്യുന്ന എന്താണ്, മറ്റുള്ളവരുടെ വീട്ടിൽ പോയി അടുക്കള ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും മക്കളെ നോക്കുക എന്നല്ലാതെ വേറൊന്നും അവരെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അത് തന്നെയാണ് ഈ പറയുന്ന മായയുടെ അമ്മയും ചെയ്തിട്ടുള്ളത്. പിന്നീട് മായയും അത് തന്നെ ചെയ്യേണ്ടി വന്ന ഒരു അവസ്ഥയും കൂടി ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഇവർ പിന്നെ അച്ഛനെ കണ്ടുവിട്ടു. അവർ അച്ഛൻ വേറെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത്, അച്ഛൻ കഴിച്ചത് അവരുടെ ബന്ധത്തിലുള്ളവരെ തന്നെയാണ് കഴിച്ചതെന്ന് അറിയുന്നത്. എന്നാൽ അവിടെയും ചതിക്കപ്പെട്ട മറ്റൊരു കുടുംബവും മറ്റൊരു പെണ്ണുമാണെന്നുള്ളതാണ് അതിനേക്കാൾ വലിയ അത്ഭുതം. ഈ ഇങ്ങനെ ചതിക്കാൻ നടക്കുന്നവർക്ക് ഇനി ആരെ ചതിക്കണം എന്നില്ല, ആര് വേണം ചതിക്കാല്ലേ, അങ്ങനെയാണല്ലോ. പല ചതിയിൽ പെടുന്നവർ ഇങ്ങനെ പെട്ടുകൊണ്ടേയിരിക്കാം. അതും കൂടി പറയുന്നുണ്ട്. അച്ഛനെ പിന്നീട് കണ്ട സമയം ഇവര് നേരിട്ട് കണ്ടൊന്നില്ല, ഫോട്ടോ ആയിട്ടാണ് കണ്ടേക്കണത്. നേരിട്ട് അച്ഛൻ ഇന്നവരെയും കണ്ടിട്ടില്ല. ഇനി കണ്ടാലും എന്താണ് ചോദിക്കാനുള്ളതെന്നെ കുറിച്ചുകളൊക്കെ മായ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛനെ കണ്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. കണ്ടിട്ടില്ല. ഇല്ലില്ല. പിന്നെ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അറിഞ്ഞത്, അമ്മി ഞാനൊക്കെ അറിയണം അച്ഛൻ 2ാമത് കല്യാണം കഴിച്ചിട്ടുണ്ട്, അമ്മാവിൻ്റെ മോളേനെ നല്ല സ്ത്രീധനമൊക്കെ മേടിച്ചിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചൊക്കെ അന്വേഷിക്കാൻ പോയിരുന്നു അവിടെ. പിന്നെ അമ്മ വീട്ടുപണിക്ക് പോകല്ലേ, അപ്പോൾ ആ പൈസ കൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ഈ കേസിൽ നടക്കാനും അതിനൊന്നും നമുക്ക് ജീവിക്കാനാണ് അപ്പോൾ നോക്കുക നമ്മൾ കൂടുതലും. അപ്പം അങ്ങനെ പിന്നെ ഞാനും പറഞ്ഞു വേണ്ടാന്ന്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞു വേണ്ട. അപ്പോൾ എല്ലാവരും പറഞ്ഞു അല്ലല്ല പെൺകുട്ടിയല്ലേ, കേസ് കൊടുത്തു കഴിഞ്ഞാൽ അച്ഛൻ്റെ പൈസ മേടിക്കാൻ പറ്റും. അപ്പം ഞാൻ അച്ഛന് താല്പര്യമില്ലാണ്ടല്ലേ പോയത്, പിന്നെ അയാളുടെ പൈസ നമുക്ക് എന്തിനാ, ആവശ്യമില്ല. പിന്നെ അതുമല്ല അമ്മ പാവം അതിൻ്റെ പിന്നാലെ നടക്കണം, എത്ര കോടതി പോയി നിൽക്കേണ്ടി അല്ലേ, അത്രയും പാവം എന്നെ വളർത്തണം, വല്ലവരെ വീട്ടുപണിക്ക് പോകണം. അപ്പം എല്ലാം കൂടി ഞാൻ തന്നെയാണ് പറഞ്ഞത് വേണ്ട. നമുക്ക് ആവശ്യം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്തല്ലേ ഹസ്ബൻഡിന്റെ ആവശ്യം, ആ സമയത്ത് അയാൾ പോയാൽ. അപ്പോൾ അമ്മയുടെ സ്ട്രഗിൾ ചെയ്ത ലൈഫ് കണ്ടാ ഞാൻ വളർന്നത്. അതുകൊണ്ടാണ് പിന്നെ പ്രണയിക്കാന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പേടിയാണല്ലോ, കാരണം നമ്മള് കണ്ട ലൈഫ്, അമ്മയുടെ ലൈഫ് അങ്ങനെയൊക്കെ ആയിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടി. ഇപ്പോൾ കുറച്ച് ഒരു 5 കൊല്ലമായിട്ട് ബുദ്ധിമുട്ടില്ലാന്നേ ഉള്ളൂ. അതുവരെ നല്ല സ്ട്രഗിളായിരുന്നു. പിന്നെ അറിയാലോ, ഒരു അച്ഛനില്ലാതെ വളരുമ്പോൾ സമൂഹം പലതരത്തിലും പറയും. ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛനില്ലാതെ, അപ്പം അച്ഛൻ എവിടെ പോയാവോ, നാട്ടുകാർ തന്നെ അറിയില്ല എന്ന് വെച്ചാൽ അറിയാത്തവർ അതിലുണ്ടാവും. അപ്പോൾ അങ്ങനെ പല ഇതും വ്യാഖ്യാനിക്കുമല്ലോ. ഒരു സ്ത്രീ സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. നമുക്ക് കുറേ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ലെങ്കിലും നമ്മളെ അറിയാം നാട്ടുകാർക്ക്. ശരിക്കും അച്ഛനെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. അതായത് ഞങ്ങൾ 2ാമത് കല്യാണം കഴിച്ച വൈഫിന്റെ വീട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ അവിടെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛന്റെയും ഭാര്യയുടെ, അങ്ങനെ കണ്ടു. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു ഇങ്ങനൊരു കല്യാണം കഴിച്ചത്. ഇവര് രജിസ്റ്റർ മാരേജ് ചെയ്തതാ ഫസ്റ്റ്. അപ്പൊ അവർക്കത് അറിയില്ലായിരുന്നു. സൈൻ ചെയ്തതിന്റെ ഒക്കെ ഇപ്പോഴും കേട്ടില്ലേ, വലിയ സ്ത്രീധനൊക്കെ മേടിച്ച് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ വേറെ വിവാഹം കഴിച്ചു. എന്നാലും ആ കുടുംബക്കാരും ചതിക്കുകയാണ് ചെയ്തത്. കാരണം കുടുംബക്കാർക്ക് അറിയാം ഇയാൾ വേറൊരു വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന്, ഒരു പെണ്ണെ കുറിച്ച് ഒളിച്ചോടി പോയിട്ടുണ്ടെന്നോ, അവിടെ ഒരു മകളുണ്ടെന്നൊക്കെ ആ ഇയാളുടെ പറഞ്ഞ ആ ഭർത്താവിന്റെ അച്ഛൻ്റെ ഫാമിലിക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. പക്ഷെ അതൊക്കെ മറച്ചു വെച്ചിട്ട് തന്നെ നല്ല വലിയ സ്ത്രീധനൊക്കെ മേടിച്ചിട്ട് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. എന്നിട്ട് അവർ കൂടെ ജീവിക്കുന്നു. ഇവർ കേസിനും കാര്യങ്ങൾക്കും പോകാത്തതിന് 2 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഇവർക്ക് വലിയ സമ്പാദ്യമൊന്നുമില്ല. കേസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവരെ ന്യായം ഉണ്ടെങ്കിൽ പോലും അതിന് ഇവർ കുറേ പണം മുടക്കേണ്ടി വരും, ഇവർക്ക് ആ ന്യായം കിട്ടണമെങ്കിൽ പോലും. കാരണം
ജോലി ഒന്നും ചെയ്യാൻ അറിയാത്ത, എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം കുറവുള്ളതുകൊണ്ട് തന്നെ മറ്റുള്ളവൻ്റെ വീട്ടിൽ അടുക്കളപ്പണി ചെയ്തിട്ടാണ് മകളെ നോക്കുന്നത്. ആ അമ്മ എങ്ങനെയാണ് ഈ കേസും കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നത്? നാളെ തനിക്ക് ഓക്കെ ഒരു ന്യായമായ വിധി കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഇന്ന് അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഒരു സ്ത്രീകൾക്കും താങ്ങാൻ കഴിയാത്തതാണ്. പിന്നെ സമൂഹത്തിന് മുന്നിൽ ശരിയാണ് ഇവർ പറയുന്നത്, ഒരു വിവാഹം കഴിച്ച് ആർക്കും അറിയില്ല ഒളിച്ചോടി പോകുന്നതാണ്. അപ്പൊ അതിന്റെ പേരിൽ ഒരുപാട് പഴി ചാരലും ഒക്കെ കേൾക്കേണ്ടി വന്ന ഒരു സ്ത്രീയാണ് ഇവരമ്മ. കൂടാതെ മകളെ നോക്കണം, പിന്നെ ഈ നാട്ടുകാരെ കുറ്റപ്പറച്ചിലും ഒറ്റപ്പെടുത്തലും കാണണം. ഇനി ഇതൊക്കെ സഹിച്ചിട്ട് കേസ് നടത്താൻ പോയി കഴിഞ്ഞാൽ വെറുതെ എന്തിനാണ് മറ്റുള്ള ആവശ്യമുള്ള സമയത്ത് അച്ഛൻ്റെ സ്നേഹമോ പരിഗണനയോ കിട്ടാത്ത സമയത്ത്, അല്ലെങ്കിൽ അതൊക്കെ നിഷേധിക്കപ്പെട്ടിട്ട് പിന്നെ അയാളുടെ പണത്തിന് വേണ്ടി അയാളെ വേണ്ട എന്നൊരു തീരുമാനമാണ് ഈ മായ എന്ന് പറഞ്ഞ ഈ ലേഡി പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെയേറെ റെസ്പെക്റ്റാണ് ഇവരോട് തോന്നിയത്. ശരിയല്ലേ? അത്യാവശ്യമുള്ള സമയത്ത് അച്ഛൻ്റെ പരിഗണനയൊന്നും ഇല്ലാതെ അയാളെ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബന്ധവുമോ അല്ലെങ്കിൽ അത് കേസ് കൊടുത്ത് അത് നേടിയെടുക്കാനോ ആവശ്യമില്ല. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ട് മതി. അമ്മയെ നോക്കാനും അമ്മക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഇപ്പം ഇവരെ കൊണ്ട് കഴിയും. പിന്നെ ഈ ചതിക്കപ്പെട്ട എന്ന് വെച്ചാൽ താൻ എന്ത് തെറ്റിയത് എന്ന് പോലും അറിയാതെ ഈ സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടുകയും ചോദ്യചിഹ്നത്തിൻ്റെ ഇടയിൽ പെടുകയും ചെയ്താണ് ഈ മായ എന്ന് പറഞ്ഞ ലേഡി. അങ്ങനെ പെടുത്തിയ ഒരാളുടെ പണവും സ്വത്തും ഒന്നും എനിക്ക് വേണ്ട എന്നുള്ള തീരുമാനം നല്ല തീരുമാനമാണ്. പിന്നീട് ഇവർ ഈ പറയുന്ന ഈ രണ്ടാമത് വിവാഹം കഴിച്ച ആ ലേഡിയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു മകളുണ്ടെന്നും ഇങ്ങനെ ഒരു ഭാര്യ ഉണ്ട് എന്നും അറിയിക്കണമല്ലോ. അവർ ചതിക്കപ്പെട്ടാണെന്ന് അറിയണമല്ലോ, അല്ലെങ്കിൽ അവർ വീണ്ടും അവർ ഇങ്ങനെ ജീവിച്ചു പോകും. കാരണം ഒരു ചതിച്ച ഒരാളുടെ കൂടെ ഓക്കെയാണ് എന്ന രീതിയിൽ ജീവിച്ചു പോകണ്ട എന്ന് കരുതിയിട്ട് തന്നെ ആയിരിക്കുള്ളൂ നിങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നു. അമ്മയെ വിവാഹം കഴിച്ചു, ആ അമ്മയുടെ മകളാണ് ഞാൻ എന്ന് ഇവർ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഫാമിലി അത് പറഞ്ഞ പോലെ രണ്ടാമത് വിവാഹം കഴിച്ച ഭാര്യയും ആ ഒരു അമ്മയൊക്കെ കാല് പിടിച്ചെന്നാണ് പറയുന്നത്, എൻ്റെ മകളുടെ ജീവിതം നശിപ്പിക്കരുത്. എന്നാൽ ഒരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ച ഒരാളെ മറ്റൊരു വ്യക്തി കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അവർ ഇവരെ കാല് പിടിക്കുകയാണ്. ഇവരെ ജീവിതം നശിച്ചതിന് കാരണം തന്നെ സത്യം പറഞ്ഞാൽ ഒരു വിധത്തിൽ ആ രണ്ടാമത് വിവാഹം കഴിച്ച ഭാര്യയും അവരുടെ ഫാമിലിയൊക്കെ ഉണ്ട്. അവർ കൃത്യമായിട്ട് അന്വേഷിക്കാത്തതുകൊണ്ടാണ് ഇയാൾക്ക് മറ്റൊരു ബന്ധമോ മറ്റൊരു ഫാമിലിയോ അതിലൊരു കുട്ടിയുണ്ടോ എന്ന് അറിയാത്തത്. എന്നിട്ട് ഇവരെ കാല് പിടിക്കണം, എൻ്റെ താലി ആർക്കരുതെന്ന് പറഞ്ഞ് ഇവരെ കാലൊക്കെ പിടിച്ച് ഇവർ പറഞ്ഞു ഓക്കെ നമുക്ക് അയാളെ ആവശ്യമില്ല, കാരണം ആവശ്യമുള്ള സമയത്തൊന്നും ഇല്ലാത്ത ഒരാളെ ഞങ്ങൾക്ക് ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇവർ ഒഴിയാണ് ചെയ്തത്. അതിനൊക്കെ ഇവരോടും ഇവരുടെ അമ്മയോടൊക്കെ വളരെ റെസ്പെക്റ്റാണ്. കാരണം മറ്റൊരാളുടെ കാലിക്കേ പോയി കിടന്നില്ലല്ലോ. അല്ലെങ്കിൽ ചിലവരൊക്കെ ഉണ്ടല്ലോ എത്ര ചതിക്കപ്പെട്ടാലും വീണ്ടും ആ ചതിച്ച ആളുടെ കാലിക്കേ പോയി കിടക്കുന്ന ഒരു പരിപാടിയുണ്ട്. അയ്യോ എൻ്റെ മകളെ സ്വീകരിക്കണേ, ഞങ്ങൾക്ക് ആരുമില്ലേ, അങ്ങനെയൊന്നും പറയാതെ ഇവർ കൃത്യമായിട്ട് ജീവിച്ചു. അതിന് ഒരു കാര്യം ഈ മകളുടെ ഈ സ്ട്രെങ്ത് തന്നെയാണ്. അത്ര ഒറ്റപ്പെടുത്തലുണ്ടായിട്ടും ഇപ്പം മറ്റുള്ളവരെ വീട്ടിൽ ജോലി ചെയ്ത് സ്വന്തം കാര്യങ്ങളും വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഈ മായ എന്ന് പറഞ്ഞ ലേഡി എന്ന് പറയുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അവരെ ജീവിതം കണ്ടിട്ട് അവരെ വീട്ടിലൊരു ലേഡിയാണ് താനെന്ന് വിചാരിച്ചിട്ട് അതേ ലെവലിലൊക്കെ സ്വപ്നം കണ്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് അവിടെ ഒരു ജോലിക്കാരിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ സ്വപ്നമൊക്കെ വെറുതെ ആണെന്നും തനിക്ക് ആരുമില്ല ഒന്നുമില്ല എന്നുള്ള മനസ്സിലാക്കിയ അവസ്ഥയെക്കുറിച്ചൊക്കെ ഈ പറയുന്ന മായ എന്നുള്ള ലേഡി പറയുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ആ അവസ്ഥ. എന്നുവെച്ചാൽ എല്ലാം ഉണ്ടെന്ന് വിചാരിക്കുന്നു, ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു, പല രീതിയിൽ പല സ്ഥലങ്ങളെയും ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. താൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക് തനിക്ക് അതിന് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത കാര്യങ്ങൾക്ക് താൻ ഇത്ര അനുഭവിച്ചു എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴുള്ള ഒരു വ്യക്തിയുടെ അതാണോ പെണ്ണോ ആവട്ടെ അവരെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി എത്രത്തോളം അവർ കടന്നു പോയിട്ടുണ്ട്, എത്രത്തോളം വേദനയിൽ കൂടി കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇവര് ഇങ്ങനെ ഒരു ഭാര്യയും മകളും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അയാളുടെ രണ്ടാമത്തെ ഭാര്യയുടെ അടുത്ത് ഇവർ ചെന്ന് പറഞ്ഞ സമയത്ത് അവർ പറയുന്നതും അവർക്ക് ഇവർ കൊടുത്ത മറുപടിയും കുറിച്ച് പറയണ്ട. അതും കൂടി ഒന്ന് കേട്ടു നോക്കാം. ഉണ്ടാവില്ലായിരിക്കാം, പറയാൻ പറ്റില്ല. സെക്കൻഡ് ഫാമിലിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇപ്പൊ അറിയാം. നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി, അപ്പൊ അറിയുകയും ചെയ്യും. അപ്പൊ പറഞ്ഞു ഇത് ഉണ്ണികൃഷ്ണന്റെ ഭാര്യയാണ് മോളുമാണ് എന്ന് പറഞ്ഞപ്പോ അവർക്ക് ഭയങ്കര സങ്കടമായി. അവര് വിചാരിച്ചു ഇനി എന്റെ മോളുടെ ഇന്ന് എന്റെ അമ്മ വിളിച്ച് കൊണ്ടുവരുമോ, അവരുടെ അമ്മ വിചാരിച്ചു. രണ്ടാമത്തെ വൈഫിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കും ഇത് അറിയില്ല. അവര് പഞ്ചഭാഗങ്ങളാ, അമ്പലം മാലകെട്ടല് അങ്ങനെ നമ്പീശന്മാരാ. അപ്പൊ അവര് എന്നിട്ട് പറഞ്ഞു ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ ഒരു മോളുള്ളത്, എന്റെ മോളുടെ ഭർത്താവിനെ കൊണ്ടുപോവല്ലേ എന്നൊക്കെ പറഞ്ഞു, എന്റെ മോളുടെ ലൈഫ് പോകും എന്നൊക്കെ അമ്മോട് പറഞ്ഞു അന്ന്. അപ്പം അമ്മ പറഞ്ഞു ഇനി എനിക്ക് വേണ്ട, പക്ഷെ നിങ്ങൾ അറിയണം ഒരു മോളും ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം, അത്രേ വേണ്ടു, എനിക്കിനി അയാളെ വേണ്ടെന്ന് പറഞ്ഞു. അന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ കേസൊക്കെ കൊടുത്തിരുന്നു, ആലത്തൂര് അവിടെയായിരുന്നു ഒരു തറവാടൊക്കെ. അപ്പൊ ഞങ്ങൾ അവിടെയൊക്കെ കൊടുത്തു. പിന്നെ എന്താന്ന് വെച്ചാൽ ഒരു കേസിന് പോയാൽ നമ്മൾ അതിന്റെ പിന്നാലെ നടക്കണം. പിന്നാലെ നടക്കുന്നത് മാത്രമല്ല പൈസയും നമുക്ക് രണ്ടും ഇല്ല, പൈസയും അതിനനുസരിച്ചില്ല, ഒന്നുമില്ല. ആകെ കൂടെ ഈ രജിസ്റ്റർ ഓഫീസിലെ ഈ ഒപ്പുവെച്ചാൽ ഒരു ഇതും പിന്നെ കുറച്ച് സാക്ഷികൾ ഒപ്പുവെക്കാൻ വരില്ല. അന്ന് പാർട്ടിക്കാരൊക്കെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു ഒപ്പുവെക്കാനൊക്കെ. അച്ഛൻ കോൺഗ്രസിന്റെ ഒക്കെ വലിയ കൊളാണ്ടറായിരുന്നു കരുണാകരന്റെ കൂടെ. അപ്പൊ ഇനി അച്ഛൻ എങ്ങാനും തിരിച്ചെപ്പോഴെങ്കിലും മായയെ കാണാൻ വരികയാണെങ്കിൽ മായ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഞാൻ പ്രത്യേകിച്ച് വഴക്കിനൊന്നും പോയില്ല. പക്ഷെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്തിനാണ് ഒരു പെണ്ണിന് ഏറ്റവും ആവശ്യം പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ്, അപ്പൊ എന്തിനാണ് ആ സമയത്ത് തന്നെ ഇട്ടിട്ട് പോയത് എന്ന് മാത്രം ചോദിക്കണം. അത്രേ ഉള്ളൂ, വേറെ ഒന്നും എനിക്ക് ആ വ്യക്തിയോട് സംസാരിക്കാനില്ല. ഇത് മാത്രം എനിക്ക് ചോദിക്കണമെന്നുണ്ട്. കാരണം ഇപ്പൊ നമുക്ക് അറിയുന്നുണ്ടല്ലോ
ഓരോ ആ അമ്മ എന്തുമാത്രം അന്നേരം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇട്ടിട്ട് പോയാലും നമുക്കിപ്പോൾ ഒരുവിധം പഠിപ്പുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയകളുണ്ട്, ഫോണുണ്ട് കയ്യിൽ, നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുപാടുണ്ട്. അന്ന് അതില്ല. അന്ന് അമ്മയ്ക്ക് പഠിപ്പുമില്ല, വീട്ടുകാരുടെ സഹായമില്ല, നാട്ടുകാരില്ല, ഒന്നുമില്ലാതെ ഒരു പെണ്ണിനെ അങ്ങനെ ഇപ്പൊ പറയാണ് എൻ്റെ ഇപ്പത്തെ പിള്ളേർ എന്നെ നോക്കുന്നില്ല, ഇപ്പത്തെ ഭാര്യ എന്നെ നോക്കുന്നില്ല, നീ എന്നെ നോക്കുവോ എന്ന് ചോദിച്ചാൽ ഒന്നും വിചാരിക്കരുത്, ഞാൻ നോക്കൂല. ഇല്ല ഇല്ല ഇല്ല. ആ ചോദ്യം അതിനുള്ള ഉത്തരം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയുള്ള ഇപ്പോഴുള്ള രണ്ടാമത്തെ ഭാര്യ മക്കളൊന്നും നോക്കുന്നില്ല എന്ന് പറഞ്ഞ ഇയാള് പിന്നീട് ഇവരുടെ അഴികൾ ചെന്നതിനെ നോക്കുമോ? ഇല്ല. കാരണം ഇവരെ നോക്കേണ്ട സമയത്ത് ഇവരോട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ചെയ്യേണ്ട സമയത്തൊന്നും ചെയ്യാതെ പിന്നീട് തനിക്ക് ഇനി ആരുമില്ല എന്ന് തോന്നി ചെല്ലുന്ന സമയത്ത് ഇവർ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ ഇവർ പറയുന്ന മറ്റൊരു വ്യത്യാസമുണ്ട്. അച്ഛനോട് ചോദിക്കുന്നത് ഇപ്പോഴും അച്ഛൻ തന്നെയാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള മോശമായ രീതിയിലും മോശമായ വാക്കുകൾ കൊണ്ടോ അയാളെ ഇവർ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഒരുപാട് കുറ്റപ്പെടുത്തൽ പല സമൂഹത്തിൽ നിന്നും ഇവർ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിനൊക്കെ കാരണമായ ഈ വ്യക്തിയെ ഇപ്പോഴും അച്ഛൻ തന്നെ അഭിസംബോധന ചെയ്യുന്നു. മോശമായ രീതിയിലൊന്നും ഇവർ പറയുന്നില്ല. അതിലൊക്കെ ഇവരോട് വല്ലാത്ത റെസ്പെക്ട് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ചോദ്യമുണ്ട്, ഞാൻ ഇന്ന് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ അച്ഛനില്ലാത്തൊരു കുട്ടി എന്നല്ല ഇവർ കൊണ്ടു നടന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആക്കിയെന്നൊക്കെ ചോദിക്കുന്നുള്ളൊരു ചോദ്യത്തെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട്. നല്ലൊരു ചോദ്യമാണ്. കാരണം അറിയണമല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എന്തിനാ അമ്മനെ വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ അമ്മനെ വിളിച്ചിറക്കി കൊണ്ടുപോയി. ഇവർ വിളിച്ചിറക്കി കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ അമ്മ സുഖമായിട്ട് അമ്മയുടെ ഫാമിലി പറയുന്ന രീതിയിൽ തന്നെ വിവാഹം കഴിച്ചിട്ട് അവരുടെ മറ്റൊരു ജീവിതത്തിൽ ജീവിച്ചു പോയാനെ. ഇയാൾ വിളിച്ചിറക്കി കൊണ്ടുപോയത് കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് പോയത്. കാരണം ആരുമില്ല, അമ്മയുടെ ഫാമിലി ഇല്ല, അച്ഛൻ്റെ ഫാമിലി ഇല്ല, ഒറ്റക്ക് ഒരു സമൂഹത്തിൽ പെട്ടിരിക്കുകയാണ്. അതിൽ എത്ര പേരുടെ എത്ര രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങൾക്കൊക്കെ ആ അമ്മ ഇടയായിട്ടുണ്ടാവും. ഇവരുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ ഇവിടെ നശിച്ചു പോയിട്ടുണ്ടാവും. ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും ഓരോ പ്രായത്തിലും ഓരോ പെൺകുട്ടികൾക്ക്. അതൊക്കെ നഷ്ടപ്പെട്ട് അവസാനം സ്വന്തം ജീവിതം പോലും, അതാണ് പറയുന്നത്, സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കേണ്ട സുഖങ്ങൾ പോലും ഒരു പേടിയോടെ കാണേണ്ട ഒരു അവസ്ഥയാണ് ഇവർക്ക്. ഇപ്പൊ പറയുന്നത് 40-40 വയസ്സായി എന്ന് പറയുന്നുണ്ട്. തമാശയിലാണോ കാര്യത്തിലാണോ അറിയില്ല. ആയെങ്കിൽ പോലും ഇപ്പോഴും ഇവർ വിവാഹത്തെക്കുറിച്ചോ പ്രണയത്തെക്കുറിച്ചോ ചിന്തിക്കാത്തതിന്റെ കാരണം തന്നെ അന്ന് അച്ഛനമ്മയെ ചതിച്ചതിന്റെ പോലത്തുള്ള ചതികൾ തന്റെ കുടുംബത്തിലോ തന്റെ ലൈഫിലോ ഉണ്ടായി കഴിഞ്ഞാൽ തനിക്ക് ആരാണ് എന്നറിയാത്തതുകൊണ്ടാണ്. പിന്നെ കുറെ കല്യാണാലോചനകളൊക്കെ വന്നു. പക്ഷെ അമ്മയെ വിട്ടു പോകാൻ കാരണം ഇത്രയും കഷ്ടപ്പെട്ട് മറ്റുള്ളവന്റെ വീട്ടിലെ എച്ചിൽ പാത്രം പോലും കഴുകിയിട്ടാണ് അമ്മ വരെ ഇങ്ങനെ നോക്കിയതും ആവശ്യത്തിലുള്ള വിദ്യാഭ്യാസം കാര്യങ്ങൾ കൊടുത്ത്. അങ്ങനെയുള്ള ഒരു അമ്മയെ ഉപേക്ഷിച്ച് പോകാൻ ഇവർക്ക് തോന്നാത്ത കൊണ്ടും അച്ഛൻ അന്ന് അമ്മയോട് കാണിച്ച അതേ പരിപാടി ഇവർക്ക് കാണിക്കാൻ കഴിയാത്തത് കൊണ്ടുമാണ് ഇവർ ഇപ്പോഴും വിവാഹം കഴിക്കാതെ. പിന്നെ മറ്റൊരു കാരണം പേടി. തൻ്റെ അമ്മക്ക് സംഭവിച്ച പോലെ മറ്റൊരാളിൽ നിന്നും തനിക്ക് സംഭവിക്കുമോ എന്നറിയാത്തതിൻ്റെ പേടി. പല ആൾക്കാരും അങ്ങനെയൊന്നും ഉണ്ടാകില്ല, അത് അമ്മക്ക് സംഭവിച്ച് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണം എന്നില്ല എന്ന് പറഞ്ഞാൽ പോലും ഇവരില്ല പേടിയുണ്ട്. അത് ചെറിയ പ്രായത്തിലൊക്കെ ഉണ്ടാകുന്ന ട്രോമയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അത് എത്ര വലുതായാലും ചിലപ്പോൾ അത് കൂടി വരും എന്നല്ലാണ്ട് കുറഞ്ഞു പോകുന്നില്ല. അതും കൂടി ഇവർ പറഞ്ഞു. അതും കൂടി കേട്ടതിന് ശേഷം നമുക്ക് കുറച്ച് സംസാരിച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിന്റെ കല്യാണം ഇങ്ങനെ ലേറ്റ് ആവുന്നതിൽ സങ്കടമുണ്ടോ? കല്യാണം ലേറ്റ് ആവുന്നതല്ല, എനിക്ക് അമ്മേനെ അമ്മ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിലും ഇനി അതുപോലെ ആയിപ്പോ അങ്ങനൊരു അതുകൊണ്ടാണ്. അല്ലാണ്ട് ഇപ്പം എപ്പോഴും നമ്മളെ കാണുന്ന ആൾക്കാർ ചോദിക്കുന്നത് പ്രണയമുള്ളതുകൊണ്ടാണോ അല്ലെങ്കിൽ അത് നടക്കാത്തത് കൊണ്ടാണോ കല്യാണം കഴിക്കാത്ത എന്നൊരു ഇത് അല്ല. ഇപ്പോഴും ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ വരെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ചിലപ്പോൾ സ്നേഹം കൊണ്ട് ചോദിക്കുന്നതായിരിക്കും. പക്ഷെ അല്ല, എനിക്ക് ചെറുപ്പത്തിലെ അമ്മ സ്ട്രഗിൾ ചെയ്ത് വന്ന, അമ്മയും ലവ് മാരേജ് ആയതുകൊണ്ട്, പക്ഷെ അച്ഛൻ നോക്കിയില്ല. അപ്പോൾ അമ്മ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള അതെനിക്കറിയാം. അപ്പോൾ അതുപോലെ നമ്മളായി പോവോ എന്നുള്ള, നമ്മളെ പിന്നെ നോക്കാൻ ആരുമില്ല എന്നുള്ളതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. നീ കല്യാണം കഴിക്കുന്ന ആൾ നിന്നെ നോക്കിയില്ലെങ്കിലോ എന്നുള്ള പേടിയും നിനക്കുണ്ട്. പിന്നീട് എനിക്കും ഒരു കുഞ്ഞുണ്ടാവുമ്പം ആ കുഞ്ഞു ഇനി എന്നെ പോലെ, കാരണം പണ്ടത്തെ ഒരു കാലല്ല ഇപ്പൊ, പെൺകുട്ടി ആൺകുട്ടി എന്നൊന്നുമില്ല. നമുക്ക് വിശ്വസിച്ച് ഒരു വീട്ടിലും ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല. നമുക്കാണെങ്കിൽ എനിക്കിപ്പോ ഒരു കുഞ്ഞുണ്ടായാൽ പോലും ആ കുഞ്ഞിനെ ഞാൻ അടുത്ത വീട്ടിലാക്കി പോവോ, ഞാൻ ജോലിക്ക് പോവോ, പക്ഷെ അടുത്ത വീട്ടിലാക്കി കഴിഞ്ഞാൽ എത്ര കൊണ്ട് എൻ്റെ കുഞ്ഞിന് സേഫ് ആയിരിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും പറയും എല്ലാവർക്കും ഉണ്ടായ പോലെ തന്നെ. അപ്പൊ അമ്മയുടെ അനുഭവം തന്നെ എനിക്ക് വരണമെന്നില്ല എന്നൊക്കെ പറയും, ശരിയാണ്. പക്ഷെ അഥവാ വന്നാൽ ആരും എന്നെ ഏറ്റെടുക്കില്ല. പറയണവര് പറയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന്. ഉണ്ടായാൽ നമ്മൾ രണ്ടും, നമ്മൾ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ ചിന്തിക്കുമല്ലോ. അപ്പോൾ ഉണ്ടായാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന്. ഇപ്പൊ അമ്മയുടെ ഭാഗത്ത്, അമ്മയുടെ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ അച്ഛനെ നമുക്കറിയാം, അമ്മയുടെ ഫാമിലിയുടെ ഭാഗത്ത് അമ്മ അന്ന് ലവ് മാരേജ് ആയിട്ട് പോകുന്നത് കൊണ്ട് അവർക്ക് ഇപ്പൊ അവരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമോന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അമ്മ അന്ന് പോന്നതാ, നമ്മളും കോണ്ടാക്ട് ചെയ്യാൻ പിന്നെ ശ്രമിച്ചില്ല, ഞാനും അമ്മയായിട്ട് അങ്ങനെ ഇരിക്കണം. തന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചെറുപ്പത്തിൽ താൻ അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ തനിക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ മക്കളും, അത് മകളാവട്ടെ മകനാവട്ടെ ആരായാലും അനുഭവിക്കുമെന്നുള്ള ചിന്ത, ഇനി തനിക്കും ഇങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി, അതാണ് ചെറുപ്പത്തിലുണ്ടായിരുന്ന ട്രോമയെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കാര്യങ്ങൾ പറയുമ്പോൾ പെൺകുട്ടിയാണെങ്കിൽ പേടിക്കണം, ആൺകുട്ടിയാണ് പേടിക്കേണ്ട എന്നൊരു രീതി നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ ചില വൈകല്യങ്ങളുണ്ട്, ഒരുപാടുണ്ട്. ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇന്നും അന്നും പണ്ടും കാലത്തൊക്കെ
നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ മോശം അനുഭവങ്ങൾ ആൺകുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ആൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങളൊന്നും അവർ പുറത്ത് പറയുന്നില്ല, ആരും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. പെൺകുട്ടികളെ ഇങ്ങനെ പറയും, വലിയ ആൾക്കാരുടെ കൂടെ പോകരുത്, അന്യ പുരുഷന്മാരുടെ അടുത്ത് ചെല്ലരുത്, അന്യ ആൾക്കാരുടെ അടുത്ത് പോകരുത്, അവർ തരുന്ന സാധനങ്ങൾ മേടിക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഇങ്ങനെ പറയണം, അങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികളെ പഠിപ്പിക്കും. ആൺകുട്ടികളെ പഠിപ്പിക്കലൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ, പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത് വെച്ചാൽ കുടുംബത്തിന്റെ മാനം ആ പെൺകുട്ടി ഗർഭിണി ആയാൽ തീരും എന്നൊരു ചിന്തയിലാണ്. പെൺകുട്ടികളെ മാനം ഇരിക്കുന്നത് തന്നെ അവളുടെ ഗർഭത്തിലാണ്. സത്യം പറഞ്ഞാൽ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ അത് സംഭവം ചോദ്യം ചെയ്യും, പിന്നെ അത് നാണക്കേടാണ്, അതുകൊണ്ട് മാത്രം ഉണ്ടാകും. പക്ഷെ ആൺകുട്ടികൾക്ക് ഉണ്ടാവുന്നതിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഒരു 100 പെൺകുട്ടികൾ എടുത്താൽ ചിലപ്പോൾ 10ഓ 5ഓ പെൺകുട്ടികൾക്ക് ഇങ്ങനെ മോശം അനുഭവങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ 10 ആൺകുട്ടികൾ എടുക്കുകയാണെങ്കിൽ അതിൽ 3ഉം 4ഉം ആൺകുട്ടികൾക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നത് ആരും തിരിച്ചറിയുന്നില്ല. പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്നതിനേക്കാളേറെ പ്രോബ്ലംസ് ആൺകുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട്, അതാരും മനസ്സിലാക്കുന്നില്ല. അത് ബന്ധങ്ങളിൽ നിന്നാവാം, ബന്ധങ്ങളിൽ അല്ലാത്തടത്തു നിന്നാവാം. അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യണം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ചെയ്യും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പിന്നെ ഇത്ര മാത്രമേ ഉള്ളൂ, ഇവർ ഒരുപാട് പേരെ ചിരിപ്പിക്കുന്നതാണ്. ഒരു കാര്യം എപ്പോഴും നിങ്ങൾ ഓർത്താൽ മതി, നമ്മളൊക്കെ ചിരിപ്പിക്കുകയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന പല മുഖങ്ങൾക്ക് പിന്നിലും കരയുന്ന ഒരു മനസ്സ്, അല്ലെങ്കിൽ എങ്ങോ നിന്നൊക്കെ പോറലേറ്റിക്കൽ ഒരു മനസ്സൊക്കെ അവരെ പിന്നിലുണ്ടാവും. ചിലപ്പോൾ സമൂഹത്തിന് മുന്നിൽ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും പല നിമിഷങ്ങളും അവർ കരഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. തനിച്ചാവുന്ന സമയത്ത് ഇരുട്ടിൻ്റെ മറയിലൊക്കെ അവരെ സങ്കടങ്ങൾ അവർ പറയുന്നുണ്ടാവും. പണ്ട് എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്നിലെ സങ്കടങ്ങൾ എൻ്റെ തലവെക്കുന്ന തലകാണിക്ക് മാത്രം അറിയാൻ കഴിയുള്ളൂ, എന്നിൽ നിന്നും ഏർകുന്ന കണ്ണീർ ചാലുകൾ അതിലൂടെ എന്നും ഇറ്റിറങ്ങാറുണ്ട് എന്ന്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.